അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നു. സാധനം വെച്ചാൽ ഞാൻ നോക്കട്ടെ. അല്ലേ CCTV ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നു. സാറേ അത് 2 ദിവസമായിട്ട് ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു കംപ്ലൈന്റ് ആയിരുന്നത് 2 ദിവസം വരാമെന്ന് പറഞ്ഞു സാറേ. ചേട്ടാ എന്തെങ്കിലും സഹായിക്കണം. പോലീസുകാരെ പുറകെ കഴിഞ്ഞു. അയാളോട് വേഗമായി ഒരാളിയിൽ പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു. അല്ലഹരി എന്നീ പോലീസുകാരും പറ്റിക്കാൻ തുടങ്ങിയോ? തന്നെ ചായ നമുക്ക് വേണ്ട. ഒരാൾ ബാഗുമായിട്ട് ഓടിപ്പോന്നുണ്ടോ? എവിടെ? ഇങ്ങോട്ടാ? അങ്ങോട്ട്. ഹരി എന്താണ് ബാഗിന്റെ അകത്ത്? പണമായിരിക്കും, ഞാൻ നോക്കിയിട്ടില്ല. ഇതാ പോലീസുകാരെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. അയാളുടെ വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്തു ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇന്നലെ എഴുന്നേറ്റ് പോ. ഇല്ല, ആ പോലീസുകാരെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും. എടോ അയാളെ കണ്ടല്ലേ ഈ ഇത് കൊടുത്തിട്ട് എന്നെ സ്റ്റേഷനിൽ വന്ന് കാണാൻ പറയട്ടോ. അവൻ പോയി, നീ എഴുന്നേറ്റോളൂ. ചേട്ടാ ഇതിൽ നിറയെ പണമാണ്, ഇത് ഇവിടെ സൂക്ഷിച്ചോളൂ. അവൻ നിന്നെ മനസ്സിലാക്കിയാൽ നിന്റെ വീട്ടിലും അവൻ രാത്രി വരും. അത് സാരമില്ല, അത് ഞാൻ നോക്കിക്കോളാം. കള്ളം ഹെഗ്ദാസിന്റെ വീടല്ലേ? കള്ളന്റെ വീടല്ല ഇത്, ഹരിദാസിന്റെ വീടാണ്. അതെ, ഓക്കെ. ആ വിദ്വാൻ എവിടെ? ഹരിയേട്ടൻ അമ്മാവിന് സുഖമില്ല, അതുകൊണ്ട് മാഹിയിൽ പോയി. നാളെ വരും. ഹരിദാസിന്റെ നമ്പർ താ. സത്യം പറയടി, ആ പണം എവിടെ ഒളിപ്പിച്ചേ? എനിക്കറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാറില്ല.
ഹരി, നീ ഫോൺ ഓഫാക്കില്ല, എവിടെ പോയി? ആ പണം ആമ്പിള്ളേർ ആരോ കൊണ്ടുപോയി കേട്ടോ. പ്രകാശേട്ടാ, ഇന്നലെ ഈ സംഭവം നടക്കുമ്പോ ഞാനിവിടെ പത്രം വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരൻ വന്ന് അടിച്ച് ഒച്ചട്ടിപ്പോ ഞാൻ ഇറങ്ങിപ്പോയ. നീ വന്ന് ഇവിടെ വിളിക്കണമെന്ന് ഞാൻ കണ്ടിട്ടായിരിക്കും. എന്നാലും പ്രകാശേട്ടാ, ഇന്നലെ നിങ്ങൾ എവിടെ പോയത്? ആരെങ്കിലും കടയിൽ കയറി തിരക്ക് വരാൻ ഞാൻ എടുത്തില്ല മോനെ നിന്റെ പണം. ഞാൻ വെള്ളമെടുക്കാനോ മൂത്രമൊഴിക്കാനോ പുറത്തു പോയപ്പോ ആരും കൊണ്ടുപോയതാവാം. പ്രകാശേട്ടാ, പോലീസുകാരന്റെ നമ്പർ അതിനുള്ള പണി ഞാൻ കൊടുത്തു. ഹരി, പേപ്പറിൽ ഒരു വാർത്തയുണ്ട് നോക്കേ. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 5,30,000 രൂപ കളവ് പോയിട്ടുണ്ട്. പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. ആർക്കും അറിവുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ പോലീസുകാരെ ഇനി ഇവിടെ വരും. നിങ്ങൾക്ക് പേടിയില്ലല്ലോ? ഞാൻ ഇവിടുന്ന് മാറിയിക്കാം. നീയും ഞാനും ഇവിടെ തന്നെ കാണും. സത്യം പറഞ്ഞാൽ നിനക്കെന്താ ഇത്ര വെപ്രോളം? അത് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു അടിപൊളി കേസ് എന്നെ അയാൾ നോട്ടം വെച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല. അയാളും അയാളെ സ്നേഹിതനും ഇന്നലെ എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അയാളുടെ പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈകുന്നേരം തിരിഞ്ഞടിക്കുന്ന ഒരു പേര് പ്രകാശേട്ടാണ്. വൈകുന്നേരം ഒരു ലോട്ടറി സ്റ്റാൻഡാറുണ്ട് ചായ കുടിക്കാൻ പറ്റുന്നു. പിന്നെ 2 ഓസിക്ക് ചായ കുടിക്കാൻ പറ്റുന്ന 2 ആൾക്കാരുണ്ട്. ലക്ഷം വീടിന്റെ അടുത്താണ് വീട്. അയാളെ ഭാര്യനെ സ്വാധീനിച്ചാല് കുറച്ച് ബേക്കറി സാധനം കൂടി വാങ്ങിക്കും. പിന്നെ ഓസിക്ക് ചായ കുടിക്കുന്നവരാരാണ്? ഒരാള് പത്രം വായിച്ചിരിക്കുന്ന ആളാണ്. അയാൾക്ക് ബാഗ് എടുത്ത് ഓടാനൊന്നും സാധിക്കില്ല. ആരും കാണിക്കരുത്. മുകളിൽ അറിഞ്ഞാലേ എന്റെ ജോലി പോകും. എന്നിട്ട് നിങ്ങളെ പണം ഇവിടെ വെച്ചത്. പണം ഞാൻ ഇതിലാ വെച്ചത്. ഇന്ന് കാണാനില്ലാന്ന് പ്രകാശൊക്കെ പറയും. ഓ, ഹരിന്റെ ദിശുവാ. എന്താ ഇങ്ങോട്ടൊക്കെ? വാ, കേറിയിരിക്കെ. ഇത് കുറച്ച് ബേക്കറി സാധനമാണ്. ലഡുവും ജിലേബിയെല്ലാം ഉണ്ട്. ഒരു സന്തോഷത്തിനാ. എന്താ വിശേഷം ഇതൊക്കെ ആയിട്ട്? വാസവട്ടണം ഒരു പൈസ കിട്ടിന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നയാ. ഓ, അതാ. അത് കഴിഞ്ഞ ആഴ്ച മൂപ്പറ വിറ്റ ടിക്കറ്റിന് 1 ലക്ഷം അടിച്ചിന്. അതിന്റെ കമ്മീഷൻ നമ്മക്കും. അതല്ലാതെ പ്രകാശാരുടെ കടയിൽ നിന്ന് ഇന്നലെ ഒരു 5 ലക്ഷം രൂപ കിട്ടിയെന്ന് അറിഞ്ഞു. അതറിയാനായിട്ടും കൂടിയാ നമ്മൾ വന്നത്. നിങ്ങൾ ഈ പറഞ്ഞ 4 ലക്ഷം 5 ലക്ഷം കളവ് പോയത് പത്രത്തിൽ ഞാൻ വായിച്ചു. നിങ്ങളുടെ നാട്ടിലെ പെരുങ്കള്ളന്മാരാന്ന നാട്ടിലെല്ലാവരെയും സംസാരം. എല്ലാവർക്കും നല്ല മാതൃക കാട്ടേണ്ട നിങ്ങളിങ്ങനെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കള്ളന്മാരായി തീർക്കാനാണോ ഭാവം? അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടവര് നിങ്ങളല്ലേ? നന്മയുടെ പ്രതീകമായി ഉയർക്കേണ്ടവരല്ലേ നിങ്ങള്? ഇതാരും ഹരിയും രതീഷും അല്ലേ? കല്യാണം ഉണ്ടായിരുന്നെങ്കിലും. ആ, ഹരീന്റെ മോളെ കല്യാണം ഉണ്ട്. കുറച്ച് പണം സഹായിക്കൂലേ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നുള്ള ഈ ലോട്ടറി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചായക്കടയിൽ നിന്ന് എന്തോ കിട്ടിയെന്ന് അറിഞ്ഞില്ല, ശരിയാണോ? എന്ത് കിട്ടാൻ, പഴംപൊരി കിട്ടാറുണ്ട്. കുന്നുമല കരുണാകരനെ 1 ലക്ഷം കിട്ടിയത്, അതിലും ഒരു കമ്മീഷൻ എനിക്കും. ഈ വൈകുന്നേരം ചായക്കടയിൽ എടുക്കാൻ കഴിഞ്ഞാൽ ചേട്ടാ പിള്ളേരാണ്. ഇന്നലെ ഒരു ബാഗുമായി ചായക്കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ആരാണ് അവര്? ഇവിടെയുള്ളവരാണോ? നിനക്ക് അറിയുന്നവരാണോ? ഇന്നാട്ടുകാരല്ല, ഒരാൾ താടിയുള്ള ആളാണ്, ഒരാൾ സ്കൂൾ കുട്ടിയാ. ഓക്കെ വാസോട്ടാ, നമ്മളെ നോക്കിക്കോളാം. നമ്മൾ അറിയുന്നേ.
എന്താ ചുറ്റിക്കളി? അച്ഛൻ തന്നെ വിളിച്ചോ, അച്ഛൻ തന്നെ നോക്കുന്നേ. എന്താ നിങ്ങളെ പരിപാടി? നിങ്ങളെ ദിവസവും ഇല്ലേ ചുറ്റിക്കളിക്കുന്നുണ്ട്? അന്നാ പിള്ളേരോട് പറഞ്ഞത് ഒന്നുമില്ല, നമ്മൾ വെറുതെ പറഞ്ഞത്. ഈ ബുള്ളറ്റ് ആരുടേതാണ്? സത്യം പറഞ്ഞോ? അല്ലെങ്കിൽ നമ്മൾ കാറ്റയക്കും, പിന്നെ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. അയ്യോ വേണ്ട സാറേ, ബൈക്ക് അവൻ്റെയാണ്. അവൻ്റെ അച്ഛൻ മേടിച്ചെടുത്തിന്, എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. നിങ്ങൾക്ക് എന്താ പ്രകാശന്റെ ചായക്കട കാര്യം? വേഗമായി ഓടിയ എന്തിനാണ്? നമ്മൾ ചായ പിടിക്കാൻ കയറിയതാണ്. അവന് ട്യൂഷന് പോകാൻ സമയം കൊണ്ട് വേഗം ഇറങ്ങിയതാണ്. വേറെ ആരെങ്കിലും അവിടെ ഹോട്ടലിൽ ചുറ്റിക്കിടക്കുന്നുണ്ടോ? നമ്മളൊരാളെ കണ്ടു. ആരെയാ കണ്ടത്? പറയൂ. ഞങ്ങൾ കണ്ടത് ജീവിതത്തിന്റെ അത്ഭുതം തെരയുന്ന ഒരാളെയാണ്. ആരാണ്? സാറിന്റെ മകൻ തന്നെ, നന്ദൻ. സത്യമാണോ നീ പറഞ്ഞത്? അതെ സാർ. ഇതൊക്കെന്താ എന്നെ മകളോട് കൊഞ്ചലും കുഴയിലും? എനിക്കെന്നെ അറിയായിട്ടാണ്. സാറിന് നാട്ടില് നല്ല പേരല്ലേ, അരക്കള്ളേ. ഇവരിൽ ആരാണ് ആ കള്ളൻ? മോനെ, മോനെ, അച്ഛന് പണം കൊടുത്ത് വാങ്ങിയത് തന്നെയാണോ? നാം ഒന്നും മോഷ്ടിക്കരുത്, പ്രത്യേകിച്ച് ഭക്ഷണം. നീ എന്തോ അത്ഭുതം തേടുകയാണെന്ന് പലരും പറഞ്ഞല്ലോ. അച്ഛന്റെ മോഷണ കാരണങ്ങൾ നാട്ടിൽ പാട്ടാണ്. ഞാൻ എനിക്ക് നഷ്ടമായ ജീവിതത്തെയാണ് തരുന്നത്. ഇല്ല, അച്ഛനെ മോഷ്ടിക്കില്ല, നിർത്തി. അച്ഛൻ എന്തെങ്കിലും പണിയെടുത്ത് ഞാൻ നിങ്ങളെ പോയി. ഹരിയുടെ മക്കൾ കള്ളന്മാരാകരുത്. കള്ളന് കഞ്ഞി വെച്ചോളാണെന്ന് ആരും പറയാതിരുന്നാ മതി. മോനെ, ആരാ പണം മോഷ്ടിച്ചത്? നീ കണ്ടോ? അച്ഛ, ഞാൻ മാവിച്ചോട്ടിലെടുക്കുന്ന മാവ് ചെല്ലുമ്പോൾ ഏച്ചിയുടെ ചങ്ങാതി വേഗമായി പോകുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെയുള്ള വിവരമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെന്ത് ചങ്ങാതിമാരാണ് നിങ്ങൾ? ഞങ്ങള് കണ്ട തമാശകൾ പറയും, പിന്നെ കോളേജിലെ കാര്യം. ശരി മോളെ, നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങാം.
ഓർമ്മയുണ്ട് സുഖവും, പണമല്ലേ വേണ്ടത്? ഡോക്ടർ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാനും മരുന്നുകൾ വാങ്ങാനും ലക്ഷങ്ങൾ വേണ്ടിവരും. നിങ്ങൾ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായി. അവൾ ആ പണം മോഷ്ടിച്ചത് ശരിയാണ്, പക്ഷെ വഴിയിൽ വെച്ച് ആരോ അത് വീണ്ടും കവർന്നു. ആ ബാഗ് മാത്രം തിരിച്ചു കിട്ടി. എന്താണ് സംഭവിച്ചത്? അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. അവൾ ഞാൻ വെച്ച ബാഗുമായി ബൈക്കിൽ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോൾ കല്ല് മാത്രം കണ്ടു. എന്റെ ഈശ്വര, ഇനി എന്താ മാർഗം? ഞാൻ അവളോടെല്ലാം പറഞ്ഞു, മോഷണം നിർത്തിയതും മകനെ ചികിത്സിക്കേണ്ട കാര്യം, മകന് എല്ലുകൾ തകരുന്ന പ്രത്യേക അസുഖമാണെന്ന്. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമമായി. നമ്മുടെ വീട് വിറ്റിട്ടാണെങ്കിലും മോന് ചികിത്സ ഉറപ്പാക്കണം. എത്ര തവണ ഞാൻ പറഞ്ഞു, എന്നാലും കള്ളം കക്കാനേ പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്രോക്കർ മൂസാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഴയ വീടല്ലേ, എത്ര കിട്ടുമെന്ന് അറിയില്ല. ഏതെങ്കിലും സമയം പാർട്ടികൾ വരും, അപ്പോൾ നമുക്ക് നഷ്ടത്തിന് കൊടുക്കേണ്ടി വരും. അച്ഛൻ ഇന്നലെ ഷാമയുടെ വീട്ടിൽ കയറിയായിരുന്നല്ലേ? അവൾ എന്നോടെല്ലാം ഫോണിലേക്ക് പറഞ്ഞായിരുന്നു. മോന്റെ കാര്യത്തിൽ സഹായം ഉണ്ടാവുമെന്ന് അവൾ പറഞ്ഞു. എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? നീടെ എനിക്ക് പറയാം. നാം എത്ര പേരെ പറ്റിച്ചു, എത്ര കളവ് നടത്തി, എന്നിട്ട് അരക്കള എന്ന പേരും കിട്ടി. അതിനെന്താ, നാം സുഖമായി ജീവിച്ചില്ലേ? എല്ലുകൾ തകർന്ന് നടക്കാൻ പോലും പറ്റാതെ എന്റെ മകനെ നീ മറന്നു. ഇല്ല, അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. നീ പറഞ്ഞാ മതി. നമ്മളെ നീ കളവുകൾ നിർത്തി എന്തെങ്കിലും ജോലി ചെയ്യുവാൻ പോവുകയാണ്. അതിനു മുമ്പ് 1-2 കളവ് നമുക്ക് നടത്തേണ്ടതാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും കളവ് പോയ ആ പണം നമുക്ക് കണ്ടെത്തണം. ഞാൻ എന്തിനും തയ്യാറാണ് ഹരി, നീ പറഞ്ഞാ മതി. ഇവിടെ നാം തുടങ്ങുന്നു. ഹരി ഒരു ലോട്ടറി എടുത്തു. ഇന്നലെ കൊടുത്ത ലോട്ടറിക്ക് 1 ലക്ഷമുണ്ട്. ഇപ്പോൾ ലോട്ടറി വേണ്ട വാസോട്ടാ, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. എന്താണ് ആ കാര്യം? പറഹരി. വാസോട്ടാ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് ഇവിടുന്ന് ഒരു മോഷണം നടന്നിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പ്രധാനമായ കടയിൽ നിന്നും മോഷണം പോയ പണമാണ്. ഒരു സ്കൂട്ടറിൽ നിന്നുമാണ് പണം പോയിട്ടുള്ളത്. ആരായിരുന്നു ആ കാണാൻ? കുന്നനങ്കാട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ. ആ, പിന്നീട് എന്ത് സംഭവിച്ചു? ഞാനെല്ലാം കണ്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. ചുണ്ടത്ത് വിരല് വെച്ച് മിണ്ടരുത് മറ്റ് അയാളങ്ങ് പോയി. മുന്നത്തെ മനുഷ്യന്റെ കൗൺസിലർ നിങ്ങൾ നടക്കരുത്.
സാറ് എന്നാ വേണ്ടേ? കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഞാൻ സാറിനെ അന്വേഷിച്ച് വന്നേ. വെള്ളം എടുത്തിട്ട് വരാം. എന്താണ് ഫോണിൽ പറഞ്ഞത്? എന്നെ കൊടുക്കാൻ താമസമില്ലെന്നോ? നിന്റെ ഫോണിലെ ഒരു ചിത്രം കണ്ടാണോ കോടതി കേസെടുക്കുന്നത്? പിടികിട്ടാത്ത കൊലപാതക കേസിലെ നിന്നെ ഇവനൊക്കെ പിടിച്ച് അകത്തിടാൻ എനിക്ക് അറിയാനിട്ടല്ല. സാറേ, വളർന്നു കൈയെടുത്തേക്ക് സാറേ. നമ്മൾ കളവ് നിർത്തി. വേണമെങ്കിൽ സാറിന്റെ പോലീസ് സ്റ്റേഷനിലും വീടും നമുക്ക് അരിച്ചു വെക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദിവസവും ഓരോ ഭീഷണി മുഴക്കാതിടൂ. സാറിനെ ഭീഷണിപ്പെടുത്താൻ സാറിന്റെ മേലുദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ. അനീതി കണ്ടപ്പോൾ അതൊന്ന് പ്രതികരിച്ചു മാത്രം. നിങ്ങളെന്റെ മകനെ കണ്ടോ? ലക്ഷങ്ങൾ വേണം അവനെ ചികിത്സിക്കാൻ. പരിക്ക് കട്ടിട്ടുള്ള പണം വേണ്ട. എൻ്റെ ഈ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകനെ ചികിത്സിക്കും. നിങ്ങൾ പിന്തുടർന്ന് മോഷണം നടത്തിയതിൻ്റെ തെളിവ് എൻ്റെ കൈവശമുണ്ട്. കവലയിൽ നിന്ന് ശ്യാമയുടെ വണ്ടിയിൽ നിന്ന് പണമെടുത്തത് കണ്ടവരുണ്ട്. വോയിസ് മെസ്സേജ് തന്നവരുണ്ട്. ഞാൻ ആ പണത്തിൽ നിന്ന് ഷെയർ തരാം. നിങ്ങൾ മകനെ ചികിത്സിക്കും. ശേര സാറേ, ഇറങ്ങി വാ. സുമേഷ് സാറിന് വിഷനെ അറിയാമല്ലോ. മാസം തോറും പണം വാങ്ങാൻ വരുന്ന മഹാനാണിത്. ഞങ്ങളെന്ന് ശരിയായി പെരുമാറിയിട്ടുണ്ട്. ഇവനാണ് എന്റെ കയ്യിൽ പണമുണ്ടെന്ന് സുമേഷിനോട് പറഞ്ഞു കൊടുത്തവൻ. സംശയാസ്പദമായ പല ചോദ്യങ്ങളും ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. സാറിന് തിരക്കുണ്ടോ? പണം തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ പലതും. ആ വിഷന്റെ കമ്പനിക്കാരെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ പോലീസുകാരുമായി ഇവിടെ ഇപ്പോൾ എത്തും. രാത്രി വീട്ടിൽ കയറി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി കളവ് നടത്തി. ഇതിനൊക്കെ നിയമ നടപടി ഉണ്ടാവും. സാറിന്റെ കടയിൽ നിന്ന് നഷ്ടമായ ബാഗും പണവുമാണ്. ഈ പണത്തിൽ കുറവ് കാണും. അത് സുമേഷ് തരേണ്ടതാണ്. എത്ര സുമേഷ് ഇതിൽ നിന്ന് എടുത്തത്? ഞാൻ 5000 മാത്രമേ എടുത്തുള്ളൂ. ഇത് അടുത്ത മാസം തരാം. എന്നാൽ ഈ ബാഗ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അരക്കള്ളന്മാരെ പോലീസുകാർക്കും അറിയാൻ വഴിയില്ല. മകന്റെ ചികിത്സയ്ക്കുള്ള പണമാണ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തരാൻ പറയാൻ മടിക്കരുത്. ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്റെ മകന് എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന പ്രത്യേക രോഗമുണ്ട്. അവന്റെ ജീവിതം തന്നെ അങ്ങനെ പോലുള്ളവരുടെ കൈകളിലാണ്. അതാണ് മോൻ തിരിയുന്ന അത്ഭുതം.